ഹലോ എവ്രിവൺ, ദിസ് ഇസ് മീ ശ്രീദേവി. അപ്പൊ നമ്മൾ 2 സെഷൻസ് അല്ലേ, എന്താണ് ഏത് ചാപ്റ്റർ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്? മാത്തമെറ്റിക്സ് ഓഫ് ചാൻസ് അല്ലേ, അതായിരുന്നു ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത് അല്ലെ. നല്ല ഇൻട്രസ്റ്റിംഗ് ചാപ്റ്റർ അല്ലേ, എന്തെങ്കിലും നടക്കുമോ ഇല്ലയോ എന്നുള്ളൊരു ചാൻസ് കണ്ടുപിടിക്കാൻ വേണ്ടി അല്ലേ. അപ്പോൾ നമ്മൾ ഇതുവരെ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത് നമ്പർ പ്രോബബിലിറ്റിയാണ്. അപ്പൊ നമ്മൾ ഇനി ജോമെട്രിക്കൽ പ്രോബബിലിറ്റിയിലോട്ടാണ് പോകുന്നത്. എന്താണ് ഈ ജോമെട്രിക്കൽ പ്രോബബിലിറ്റി? വേർഡിൽ തന്നെ ഉണ്ട്. നമ്പർ പ്രോബബിലിറ്റി നമ്മൾ മാത്തമെറ്റിക്കലി ആയിരുന്നു കാൽക്കുലേറ്റ് ചെയ്ത് അങ്ങനെയാണ് എടുത്തുകൊണ്ടിരുന്നത്. ഇത് നമ്മൾ ഫിഗേഴ്സിന്റെ വെച്ചാ, ഫിഗേഴ്സ് വെച്ച് ഒരു എക്സാമ്പിൾ പറയാം. ഒരു സ്ക്വയർ, ഈ ഒരു സ്ക്വയറിനെ ഞാൻ എന്താണ് 2ആയിട്ട് ഡിവൈഡ് 4ആയിട്ട് ഡിവൈഡ് ചെയ്യണം. ഇപ്പൊ 4 ഈക്വൽ പാർട്സ് ആയി. ഇതിനകത്ത് ഞാൻ ഷെയ്ഡ് ചെയ്യാൻ പോവാം. 2 പാർട്ട് ഞാൻ ഷെയ്ഡ് ചെയ്ത്, അപ്പൊ എനിക്ക് വേണ്ട റീജിയൻ ഈ ഷെയ്ഡഡ് റീജിയനാണ്. ഷെയ്ഡഡ് റീജിയൻ കിട്ടാനുള്ള പ്രോബബിലിറ്റി അത് ഞാൻ എങ്ങനെ ഈ ഒരു ഫിഗറിൽ നിന്ന് കണ്ടുപിടിക്കാം? നമുക്ക് നമ്പേഴ്സ് ആയിരുന്നു, അപ്പൊ നമുക്ക് ഈസി ആയിരുന്നു അല്ലെ, ഫോർമുല വെച്ച് നമ്മൾ കണ്ടുപിടിക്കാം. ഇതെങ്ങനെയായിരിക്കും നോക്കിക്കേ. അപ്പൊ ഞാൻ പറഞ്ഞു ഈ ഒരു സ്ക്വയറിനെ 4ആയിട്ട് ഡിവൈഡ് ചെയ്തേന്ന് അല്ലെ. ഈ 4ആയിട്ട് ഡിവൈഡ് ചെയ്തപ്പോ എന്താണ് മൊത്തം എത്രയാണ്? 4. ടോട്ടൽ പാർട്സ് 4. ഇനി ഷെയ്ഡഡ് റീജിയൻ, നമ്മുടെ റിക്വയർഡ് റീജിയൻ എന്താ? അത് 2. ഈ ഷെയ്ഡഡ് റീജിയൻ ആണ് നമ്മുടെ റിക്വയർഡ് റീജിയൻ, അത് 2. അപ്പോ ഈ നമ്മുടെ നമ്പർ പ്രോബബിലിറ്റിയുടെ സാമ്പിൾ സ്പേസും കാര്യങ്ങളൊക്കെ പറഞ്ഞല്ലോ. അപ്പൊ ഇവിടെ സാമ്പിൾ സ്പേസ് ആയിട്ട് എടുക്കുന്ന ഈ ടോട്ടൽ പാർട്സ് മൊത്തം, ഈ സ്ക്വയർ മൊത്തം, അപ്പൊ അത് എത്ര എണ്ണം ഉണ്ട്? 4 എണ്ണം. അതിപ്പോ സാമ്പിൾ സ്പേസിന്റെ അതിലോട്ട് പോകും. അപ്പം n(s) എന്ത് വരും? ഇത് 4 വരും. ഇനി നമ്മുടെ റിക്വയർഡ്, നമ്മുടെ ഫേവറബിൾ ഔട്ട്കംസ് അല്ലെ, n(a) എന്നൊക്കെ പറഞ്ഞ് പഠിച്ചുകൊണ്ടിരുന്ന, അതിവിടെ 2 വരും. എനിക്ക് വേണ്ടത് എന്താ? ഷെയ്ഡഡ് റീജിയൻ. അപ്പൊ എന്താ പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് ഷെയ്ഡഡ് റീജിയൻ? ഷെയ്ഡഡ് റീജിയൻ എത്രയാ? n(s) 4 ആയിട്ടാ. ന്യൂമറേറ്ററിൽ എന്താ? 2. എത്ര വരും? 1/2. ഇത് സ്റ്റാൻഡർഡൈസ് ചെയ്യുമ്പോൾ 2ന്റെ മൾട്ടിപ്പിൾസ് ആ രണ്ടും, 2ഉം 4ഉം. ഇവിടെ 1 വരും, ഇവിടെ 2 2s are 4 അല്ലെ. അപ്പൊ 1/2. അപ്പൊ എന്താ 50% ചാൻസ് ആ ഉള്ളത് നമ്മുടെ ഈ ഷെയ്ഡഡ് റീജിയൻ കിട്ടാൻ അല്ലെ. ഇപ്പൊ ഫിഗേഴ്സ്, ഇപ്പൊ ജോമെട്രിക്കൽ പ്രോബബിലിറ്റി എന്താന്ന് മനസ്സിലായല്ലോ, ഫിഗേഴ്സിൽ നിന്ന് എങ്ങനെ കണ്ടുപിടിക്കേണ്ടതെന്ന്. അപ്പൊ നമുക്ക് പല ടൈപ്പ് ഫിഗേഴ്സ് ഇനി നോക്കാം. ഇനിയിപ്പോ ഒരു ഫിഗറിന്റെ അടുത്ത് വേറെ ഫിഗർ, സ്ക്വയറിന്റെ അടുത്ത് റെക്ടാങ്കിൾ, ചിലപ്പോൾ സ്ക്വയറിന്റെ അടുത്ത് സർക്കിൾ, അങ്ങനെയൊക്കെ തരും. അങ്ങനത്തെ കുറച്ച് ടൈപ്പ് നമുക്ക് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ഇപ്പൊ ഇവിടുത്തെ ഞാൻ ഷെയ്ഡഡ് റീജിയൻ എന്ന് പറയുന്നത് ഇതാ. ഈ അകത്ത് കിടക്കുന്ന സ്ക്വയർ ആണ് എന്റെ ഷെയ്ഡഡ് റീജിയൻ. അപ്പം നമുക്ക് എന്താ പ്രോബബിലിറ്റി, ഷെയ്ഡഡ് റീജിയൻ കിട്ടാനുള്ള പ്രോബബിലിറ്റിയാണ് നോക്കേണ്ടത്. ഇതെങ്ങനെ കണ്ടുപിടിക്കും? ഇപ്പൊ നേരെ നോക്കിയിട്ട് നമുക്കിതിപ്പോ ഈക്വൽ പാർട്സ് ആയിട്ടൊന്നും എടുക്കാൻ പറ്റില്ല അല്ലേ. ഇപ്പൊ ഇവിടെ എന്താണ് ഒരു ട്രയാങ്കിൾ ഷേപ്പിൽ പുറത്ത് കിടക്കണത് അല്ലെ. ഇവിടെയൊക്കെ അകത്തെന്താ ഒരു സ്ക്വയർ പോലെ, ഒരു സ്ക്വയർ മൊത്തത്തിൽ. ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത്, അപ്പൊ എനിക്ക് ചെയ്യാൻ പറ്റുന്ന എന്താന്ന് വെച്ചാ ഇതിനെ ഒന്ന് ഡിവൈഡ് ചെയ്തെടുക്കുക. ഈ ഡിവിഷൻ ഞാൻ എങ്ങനെ നടത്തണേന്ന് വെച്ചാ ഇതേ നോക്കിക്കേ, കോർണേഴ്സിലെ അകത്തെ സ്ക്വയറിലെ കോർണേഴ്സ് ഇതിങ്ങനെ ഡിവൈഡ് ചെയ്യും. അപ്പൊ നോക്കിക്കേ,
ഇതിപ്പോ 4 ട്രയാങ്കിൾസ് ആയി അല്ലേ? പുറത്ത് എത്ര ട്രയാങ്കിൾസ് ഉണ്ട്? 1 2 3 4 ട്രയാങ്കിൾസ്. ആക്ച്വലി ഈ കാണുന്ന മൊത്തത്തിലുള്ള ഈ 8 ട്രയാങ്കിൾസ്, 4 4 പുറത്തെയും അകത്തെയൊക്കെ കൂടെ കൂട്ടി 8 ട്രയാങ്കിൾസ് ഉണ്ട്. ഈ 8 ട്രയാങ്കിൾസ് ഈക്വലാ. അതെങ്ങനെയാന്ന് ഞാൻ കാണിച്ചു തരാം. ഇപ്പം ഈ വലിയ സ്ക്വയർ, ഇത് നമ്മുടെ പുറത്ത് സ്ക്വയർ ആണെന്ന് കരുതുക. ഈ പുറത്ത് സ്ക്വയറിൽ ഈ സ്ക്വയറിനെ ഞാൻ ഡിവൈഡ് ചെയ്യുന്നത്, ഇപ്പൊ ഞാൻ ആ ഡയഗണൽസ് ഇതാക്കിയില്ലേ, അതാണ് ഈ ഡിവിഷൻ. അപ്പൊ നോക്കിക്കേ, ആ വലിയ ട്രയാങ്കിളിനെ ഞാൻ 4 ഈക്വൽ പാർട്സ് ആക്കി ഡിവൈഡ് ചെയ്ത്, കണ്ടോ? എന്നിട്ട് ഈ ഒരു പാർട്ട് എടുക്കുക. ഈ ഒരു പാർട്ടിൽ നിന്ന് ഇവിടെ നിന്ന് ഇത് ഇങ്ങനെ ഡിവൈഡ് ചെയ്ത്, ഇപ്പൊ ഇതെന്താ 2 ട്രയാങ്കിൾസ് ആയി. അതാണ് ഇത് അകത്ത് ഈ സ്ക്വയറിന്റെ ഈ ഒരു സൈഡ് പോയപ്പം കാണിക്കുന്നത്. 2 ഈക്വൽ ട്രയാങ്കിൾസ് ആയി. ഇവിടെ നിന്നും ഇങ്ങനെ വന്ന്, ഇപ്പൊ കണ്ട നമ്മളെ ഫിഗർ കിട്ടിയില്ലേ? ഈ അകത്തെ പാർട്ട് കണ്ടുപിടിക്കാനല്ലേ നമുക്ക് വേണ്ടത്. അപ്പം ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലായി ഈ എല്ലാ 8 ട്രയാങ്കിൾസ് എന്താ ഈക്വലാ അല്ലേ? പാതിയായിട്ട് ഇതെല്ലാം ഡിവിഷൻ പോയിരിക്കണം അല്ലേ, ഓരോ ലൈൻസിന്റെ. ഇനി നമുക്ക് 8 ട്രയാങ്കിൾസ് കിട്ടിയല്ലോ, ഈക്വൽ ട്രയാങ്കിൾസ്. നമുക്ക് 8 ഈക്വൽ ട്രയാങ്കിൾസ് കിട്ടി. ഇനി നമുക്ക് എന്താ ടോട്ടൽ പാർട്സ്. ഈ ഒരു ഫിഗറിലുള്ള ടോട്ടൽ പാർട്സ് എത്ര ഉണ്ട്, അല്ലെങ്കിൽ ടോട്ടൽ ട്രയാങ്കിൾസ് എത്ര ഉണ്ട്? 8. ഈ 8 എന്ന് പറയുന്നത് എന്താ? നമ്മുടെ സാമ്പിൾ സ്പേസ് ആയിട്ട് എടുക്കും അല്ലേ, മൊത്തത്തിലുള്ളത്. അത് സാമ്പിൾ സ്പേസ് ആയിട്ട് എടുക്കും. ഇനി നമുക്ക് എന്താ വേണ്ടത്? നമ്മുടെ റിക്വയർഡ് പാർട്സ്. റിക്വയർഡ് പാർട്സ് അല്ലെങ്കിൽ റിക്വയർഡ് ട്രയാങ്കിൾസ് എത്ര ഉണ്ട്? 1 2 3 4 4 ഉണ്ട്. ഇപ്പൊ നോക്കിക്കേ, ഇത് n of s ആയിട്ടും എടുക്കുക, ഇത് n of a ആയിട്ട് എടുക്കുക അല്ലെ? പ്രോബിലിറ്റി എങ്ങനെ? n of a by n of s. അപ്പം പ്രോബിലിറ്റി of getting shaded region അല്ലെങ്കിൽ required region എത്രയുണ്ട്? 8/4 ആണോ? അല്ല, നേരെ തിരിഞ്ഞു വരും. 4/8. 8 എന്ന് പറഞ്ഞാൽ മൊത്തം പാർട്സാ അല്ലേ? 4/8 എന്ന് പറഞ്ഞാൽ ഇതിപ്പോ ക്യാൻസൽ ആവും. 1 4 is 4, 4 2s are 8, 1/2. നമ്മുടെ ചാൻസ് എത്രയാ? 1/2 അല്ലേ? ഈ ഷെയ്ഡഡ് റീജിയൻ കിട്ടാനുള്ള ചാൻസ് 1/2. 50% ചാൻസേ ഉള്ളു. 1/2 എന്ന് പറഞ്ഞാൽ ഹാഫ് അല്ലേ? അപ്പൊ 50% ചാൻസേ ഉള്ളു നമുക്ക് ഈ ഷെയ്ഡഡ് റീജിയൻ്റെ. ഇത് മനസ്സിലായില്ലേ? എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റ് സെക്ഷനിൽ ഇടാം കേട്ടോ. അടുത്തൊരു ക്വസ്റ്റ്യനിലേക്കും കൂടെ പോകാം. നോക്കിക്കേ, ഇതിപ്പോ എന്താ ഈ ഫിഗർ എന്താ? 2 ട്രയാങ്കിൾസ്. ഒരു ട്രയാങ്കിൾ നേരെ ഇരിപ്പുണ്ട്, ഒരു ട്രയാങ്കിൾ റിവേഴ്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ ഇതെന്താണ്? ഒരു സ്റ്റാർ മോഡലിൽ വന്ന് അല്ലേ? ഇതിൻ്റെ അകത്ത് നേരത്തെ പോലെ തന്നെ എന്താണ്, ഈക്വൽ പാർട്സ് ആയിട്ടൊന്നും ഇല്ല അകത്ത് നോക്കുമ്പോ. ഇപ്പൊ ഇവിടെ എനിക്ക് കണ്ടുപിടിക്കേണ്ട റീജിയൻ ഏതാന്ന് വെച്ചാ ഏതാണ്? ദേ ഇതാ, ഈ അകത്ത് കാണുന്ന ഈ അകത്തെ റീജിയൻ ആണ് എനിക്ക് വേണ്ടത്.
ഇത് വല്ലതും ചെയ്യാൻ പറ്റുമോ ഇങ്ങനെ നേരെ നോക്കിയിട്ട്? ഇല്ല. ഇതെന്താ? നേരത്തെ പോലെ തന്നെ ഡിവിഷൻ നടത്തണം. അപ്പൊ ഞാൻ നേരത്തെ ക്വസ്റ്റ്യനിൽ ഡിവിഷൻ നടത്തിയത് എങ്ങനെയാ? ഇത് കണ്ടോ, പുറത്ത് അൺഷെയ്ഡഡ് റീജിയൻ നോക്കുക. ഇവിടെ ട്രയാങ്കിൾസ് അല്ലേ കിടക്കണേ, പുറത്ത് അൺഷെയ്ഡഡ് റീജിയൻ. അപ്പൊ ആ ട്രയാങ്കിൾസ് കിട്ടുന്ന രീതിയിലാണ് ഞാൻ ഇവിടെ ഡിവിഷൻ നടത്തിയത് അല്ലേ? അതുപോലെ തന്നെയാണ് ഞാൻ ഇവിടെയും ചെയ്യാൻ പോകുന്നത്. അപ്പൊ എനിക്ക് പുറത്ത് ട്രയാങ്കിൾസാ, അകത്തും എനിക്ക് ആ ട്രയാങ്കിൾ കിട്ടുന്ന രീതി വേണം എനിക്ക് ഡിവൈഡ് ചെയ്യാൻ. അപ്പൊ ഞാൻ എന്ത് ചെയ്തു, ഇവിടെ നിന്ന് ഇതങ്ങോട്ട് ഡയഗണൽസ് വരയ്ക്കും. ഈ ഓരോ കോർണേഴ്സിലെ അകത്ത് കിടക്കണം, ഇതൊക്കെ തമ്മിൽ അങ്ങോട്ട് ഞാൻ കണക്ട് ചെയ്യും. നോക്കിക്കേ, ഈ കോർണറിൽ നിന്ന് ഞാൻ ഈ കോർണറിലോട്ട് പോയി, ഈ കോർണറിൽ നിന്ന് ഞാൻ ഈ കോർണറിലേക്ക് പോയി, ഈ കോർണറിൽ നിന്ന് ഈ കോർണറിലേക്ക്. ഇപ്പൊ കണ്ടില്ലേ, നോക്കിക്കേ, ട്രയാങ്കിൾസ് വന്ന് അല്ലേ, പുറത്തെടുക്കണം അതേപോലത്തെ ട്രയാങ്കിൾസ്. നേരത്തെ പോലെ തന്നെ ഇത് അത് നേരത്തെ പോലത്തെ ഡിവിഷൻ. അപ്പൊ ഇതെന്താ, ഫുൾ ഈക്വൽ ട്രയാങ്കിൾസ് ഇതിന്റെ അകത്ത് മൊത്തം കിടക്കണം. ഈ ട്രയാങ്കിളും ഈ ട്രയാങ്കിളും എല്ലാം ഈക്വലാ. ഇനി മൊത്തം എത്ര ട്രയാങ്കിൾസ് ഉണ്ട്? ടോട്ടൽ ട്രയാങ്കിൾസ് ഞാൻ ഷോർട്ട് ആക്കി എഴുതിയിരിക്കുക. എക്സാംസിന് അങ്ങനെയല്ല, നിങ്ങൾ ടോട്ടൽ ട്രയാങ്കിൾസ് എന്നും അങ്ങനെയൊക്കെ നല്ല രീതിയിൽ സെന്റൻസ് എഴുതണം. ടോട്ടൽ ട്രയാങ്കിൾസ് 1 എത്ര, പുറത്ത് എത്ര എണ്ണം ഉണ്ട്? 1 2 3 4 5 6 7 8 9 10 11 12. മൊത്തം എത്രയാ? 12 ട്രയാങ്കിൾസ് അല്ലേ? 12 ട്രയാങ്കിൾസ് ഉണ്ട്. ഇനി നമ്മുടെ റിക്വയർഡ് റീജിയൻ ഏതൊക്കെയാ, അല്ലെങ്കിൽ റിക്വയർഡ് ട്രയാങ്കിൾസ്, റിക്വയർഡ് പാർട്സ് അല്ലെങ്കിൽ റിക്വയർഡ് ട്രയാങ്കിൾസ് എത്രയാ? നോക്കിക്കേ, 1 7 സ്റ്റാർട്ട് ചെയ്യുക. 1 2 3 4 5 6. അകത്തും എന്താ, 6 ട്രയാങ്കിൾസ് അല്ലെ, 6 പാർട്സ് ഉണ്ട്. അപ്പൊ നോക്കിക്കേ, ഇപ്പൊ ഇത് മൊത്തം ടോട്ടൽ ട്രയാങ്കിൾസ് എഴുതിയപ്പോ അല്ലെങ്കിൽ ടോട്ടൽ പാർട്സ് എഴുതിയപ്പോ എത്രയാ? 12 എണ്ണം ഉണ്ട്. അപ്പൊ അതാണ് നമ്മുടെ വലിയ റീജിയൻ അല്ലേ? അപ്പൊ അതിന് ഞാൻ N(S) എന്നെടുത്ത്. അപ്പൊ റിക്വയർഡ് ആയിട്ട് വേണ്ടത് ഏതാ? ഈ ഷെയ്ഡഡ് റീജിയൻ. അതെത്രയാ? N(A) ആയിട്ട് എടുത്ത്. അപ്പൊ എന്താണ്? പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് ഷെയ്ഡഡ് റീജിയൻ. എത്ര വരും? N(A)/N(S) അല്ലേ? ഇവിടെ എന്താ, 6 വേണോ? അല്ല, 12 വരും അല്ലേ? 12 വന്നിട്ട് പൊക്കത്ത് എന്ത് വരും? 6/12. നോക്കിക്കേ, ഇത് നമുക്ക് ക്യാൻസൽ ചെയ്യാമല്ലോ. 6ഉം 12 എന്താ, 6ന്റെ മൾട്ടിപ്പിൾസാ അല്ലേ? അപ്പൊ എനിക്കിത് ക്യാൻസൽ ചെയ്യാം. എങ്ങനെ? ഇത് നോക്കിക്കേ, ഒരു സർക്കിളിന്റെ അകത്ത് ഒരു സ്ക്വയർ അല്ലേ? സ്ക്വയർ ആട്ടോ ഇത്, സർക്കിളിന്റെ അകത്ത് കിടക്കുന്നത്. അപ്പൊ ഇതെങ്ങനെയാ? നേരത്തെ ക്വസ്റ്റ്യൻ കണ്ടില്ലായിരുന്നോ? എന്തേ, ഇപ്പൊ കണ്ടില്ലേ? എല്ലാം നമുക്ക് ഡിവൈഡ് ചെയ്താലും ഒരേ രീതിയിലൊക്കെ കിട്ടും. മറ്റേതിനും അതുപോലെ തന്നെ അല്ലേ? ഇതൊക്കെ ഡിവൈഡ് ചെയ്തപ്പോ ട്രയാങ്കിൾസ് പോലെ. കാരണം എന്താ, ഇതിന്റെ സൈഡ്സ് ഒക്കെ പോയിരിക്കുന്നത് എന്താ, സ്ട്രെയിറ്റ് ആയിട്ട്. പക്ഷെ ഇവിടെ എന്താ, സർക്കിൾ വന്നിരിക്കണം, കർവി ആയിട്ട് അല്ലെ, ഒരു ആർക്ക് പോലത്തെ ഒക്കെ സ്ട്രക്ചർ വന്നിട്ടുണ്ട്. അപ്പൊ എന്ത് ചെയ്യണം? അങ്ങനെ ഡിവിഷൻ നടത്താൻ പറ്റുമോ? ഇപ്പൊ ഞാൻ അകത്ത് എന്തെങ്കിലും ഇപ്പൊ ഡയഗണൽ വരച്ച് ഡിവിഷൻ നടത്തിയാലും ഒക്കെ എന്താണ്, പല പല ഷേപ്സ് ആയിട്ടേ വരുള്ളൂ അല്ലേ? ഇതിൻ്റെ അകത്ത് നമ്മൾ വേറെ രീതിയിലാണ് നമ്മൾ ഈ പ്രോബ്ലം ചെയ്യാൻ പോകുന്നത്, വേറെ അപ്രോച്ച്. അപ്പൊ ഇതെങ്ങനെയാന്ന് വെച്ചാൽ, ഇപ്പൊ എന്റെ കാണേണ്ട റീജിയൻ എന്ന് പറയുന്നത് ഇതാ.
കേട്ടോ. ഇത് ഈ സ്ക്വയർ റീജിയൻ എനിക്ക് കാണേണ്ടത്. അപ്പൊ ഈ സ്ക്വയർ റീജിയൻ കാണാൻ ഞാനിപ്പോ ഇത് ഡിവൈഡ് ഒന്നും ചെയ്യാൻ പോലും, ഇതിനകത്ത് ഡിവിഷൻ അല്ല, ചെറിയൊരു ഡിവിഷൻ വന്നിട്ടുണ്ട്, പറഞ്ഞുതരാം. ഇത് ഈ കിടക്കുന്നത് നമ്മുടെ ഈ സർക്കിളിന്റെ സെന്റർ ആണെന്ന് കരുതുക. നടുക്ക് കിടക്കുന്ന സർക്കിളിന്റെ സെന്റർ. അപ്പൊ ഈ സെന്ററിൽ നിന്ന് ഇങ്ങോട്ട് പോകുമ്പോ എന്താ, ഇത് 6, ഇങ്ങോട്ട് പോകുമ്പോൾ എന്താണ്, ഇതും 6 അല്ലെ. R + R 2R. 2R എന്ന് പറയുന്നത് എന്താണ്, ഡയമീറ്റർ അല്ലെ. R + R = 2R = ഡയമീറ്റർ. എന്താ അവിടെ ഇരിക്കട്ടെ. അപ്പം ഈ സർക്കിൾ അല്ലേ നമ്മുടെ ഹോൾ റീജിയൻ, ഇതിന്റെ അകത്തല്ലേ വന്നിരിക്കുന്നത്. അപ്പൊ സർക്കിളാണ് നമ്മുടെ സാമ്പിൾ സ്പേസിന്റെ ഇതായിട്ട് എടുക്കണം. എന്ന് വെച്ചാൽ സർക്കിളിന്റെ ഏരിയ, ഈ മൊത്തം ഏരിയ അല്ലേ, അതാണ് നമ്മൾ സാമ്പിൾ സ്പേസിലോട്ട് എടുക്കേണ്ടത്. അപ്പൊ എന്താണ്, നമുക്ക് ഏരിയ ഓഫ് ദി സർക്കിൾ നോക്കാം. ഏരിയ ഓഫ് ദി സർക്കിൾ അതെത്രയാ, നമ്മുടെ ഫോർമുല എന്താ, πr² അല്ലേ. നമ്മുടെ റേഡിയസ് ഇവിടെ നമ്മൾ 6 ആയിട്ട് എടുത്തിരിക്കണം. അപ്പൊ ഇതെന്താണ്, πr². ഇനി എന്താ വേണ്ടത്, ഈ സ്ക്വയർ അല്ലേ, അതാണ് നമ്മുടെ റിക്വയർഡ് റീജിയൻ. അപ്പൊ നമുക്ക് എന്താണ്, അതിന്റെ ഇത് വേണം, എന്താണ്, ഏരിയ വേണം. അപ്പൊ ഏരിയ ഓഫ് ദ സ്ക്വയർ കണ്ടുപിടിക്കാം. അത് നമുക്കറിയില്ല. ഇപ്പൊ ഞാനിവിടെ ഈ സ്ക്വയറിന്റെ സൈഡ് ഞാനിപ്പോ ഒരു A ആയിട്ട് എടുത്തു. എല്ലാ സൈഡും A ആണെന്ന് കരുതുക. സ്ക്വയർ അല്ല, അപ്പൊ എല്ലാ സൈഡ്സും ഈക്വൽ ആയിരിക്കും A. ഇതില് ഇപ്പൊ ഞാൻ ഏരിയ ഓഫ് ദി സ്ക്വയർ ഇസ് ഈക്വൽ ടു A × A എന്ന് വെച്ചാൽ A². പക്ഷെ ഇതിലും എനിക്ക് എന്താ ചെയ്യാൻ പറ്റില്ല, ഇതൊന്നും ഒരേ ടേംസിലല്ല. ഞാൻ ഇതിനെ 6ന്റെ ടേംസിലോട്ട് മാറ്റും ഈ A²നെ. അതെങ്ങനെയാന്ന് വെച്ചാ, ഇനിയാണ് നമ്മൾ ഇവിടെ ഡിവിഷൻ നടത്താൻ പോകുന്നത്. ഡിവിഷൻ മീൻസ് ഇതിനെയൊക്കെ ഡിവൈഡ് ചെയ്യാൻ പോവാം. നോക്കിക്കോ, ഇവിടെ ഞാൻ ഇവിടുന്ന് ഞാനൊരു ഡയഗണൽ വരയ്ക്കാം. അത് എവിടെ കൂടിയാ പാസ് ചെയ്യുന്ന, ദി സെന്ററിൽ കൂടെ, സെന്ററിൽ കൂടെ പാസ് ചെയ്യുന്ന ഡയഗണൽ. ഡയഗണൽസ് എന്തായാലും ഈ സെന്ററിൽ കൂടെ പാസ് ചെയ്യും. അപ്പൊ എന്താ, 2 ഈക്വൽ ട്രയാങ്കിൾസ് ആയിട്ട് ഡിവൈഡ് ആയി ഈ സ്ക്വയർ. നോക്കിക്കേ, ഇത് സെന്ററിൽ കൂടെ പാസ് ചെയ്യുമ്പോ ഇതെന്താണ്, ആ സർക്കിളിന്റെ ഡയാമീറ്റർ അല്ലേ. അപ്പൊ എന്താണ്, ഈ സ്ക്വയറിന്റെ ഈ ഡയഗണൽ എന്ന് പറയുന്നത് എന്താണ്, സർക്കിളിന്റെ ഡയമീറ്റർ. അത് എഴുതി വെക്കാം. ഏരിയ അല്ലല്ലോ, ഡയഗണൽ ഓഫ് ദി സ്ക്വയർ. Diagonal of the square is equal to diameter of the circle. അപ്പൊ എന്താണ്, അതുവരെ അപ്പൊ എന്താ, diagonal of the square എന്താവും, diagonal of the square എന്താ, ഡയമീറ്റർ ഓഫ് ദ സർക്കിൾ. അപ്പൊ ഡയമീറ്റർ എന്താ, 2R അല്ലേ. ഇവിടെ 2R ആവും. അപ്പൊ ഡയഗണൽ എന്താണ്, 2R. ഇനി നോക്കിക്കേ, ഇതിപ്പോ ഒരു ട്രയാങ്കിൾ ആയി അല്ലേ. ഈ ട്രയാങ്കിൾ ആയപ്പോ ഇത് 2R എന്നുണ്ട്, ഇത് A ഉണ്ട്, ഇത് A ഉണ്ട്. നമ്മുടെ പൈതഗോറസ് തിയറം നമുക്കറിയാലോ, പണ്ട് പഠിച്ചിട്ടുണ്ട് ചെറു ക്ലാസ്സിൽ. പൈതഗോറസ് തിയറം എന്താണ്, ഈ പൈതഗോറസ് തിയറം, hypotenuse square is equal to base square plus altitude square. Base square plus
altitude square. അപ്പോ ഇവിടുത്തെ ഹൈപ്പോട്ടന്യൂസ് ഒക്കെ നമുക്കറിയാലോ, ഈ ട്രയാങ്കിളിന്റെ ഹൈപ്പോട്ടന്യൂസ് എന്താണ്? 2r അല്ലേ? ഇവിടെ നമ്മുടെ ഹൈപ്പോട്ടന്യൂസ് ഡയഗണൽ, അതുകൊണ്ടാട്ടോ ഞാൻ 2r എന്ന്. അപ്പൊ 2r the whole square is equal to ബേസ് എന്താ? a ആ അല്ലെ? ബേസും ഓൾട്ടിറ്റ്യൂഡും സെയിം, സ്ക്വയർ ആയതുകൊണ്ട്. അപ്പം a സ്ക്വയർ പ്ലസ് a സ്ക്വയർ എന്താ? അപ്പോ 2r the whole square is equal to a square plus a square 2a square. ഓക്കെ, ഇനി ഇപ്പൊ ഇവിടെ സ്പേസ് ഇല്ല, നമുക്ക് ഞാൻ അടുത്ത പേജിലേക്ക് പോവാം. അപ്പോ നമുക്കിപ്പോ ഇതുവരെ കിട്ടിയത് എന്താണ്? 2r the whole square is equal to 2a square. ഇവിടെ നോക്കിക്കേ, 2 സ്ക്വയർ അല്ലെ? 2 സ്ക്വയറിന് എനിക്ക് 2 into 2 into r എന്നെഴുതാം അല്ലെ? 2r the whole squareനെ 2 into 2 2 സ്ക്വയർ. ഇവിടെ ഇപ്പൊ 2r the ഒന്നുകൂടി ചെയ്ത് കാണിച്ചു തരാം. 2r the whole square എന്ന് പറയുന്നത് 2 സ്ക്വയർ into r സ്ക്വയർ എന്ന് വരും. ഇവിടെ r സ്ക്വയർ എന്ന് വരും. അപ്പോ ഞാനിപ്പോ എന്താ am raised to ഈ പ്രോപ്പർട്ടി ab raised to n is equal to a raised to n into b raised to n, ഈ പ്രോപ്പർട്ടിയാണ് ഞാൻ കൊടുത്തിരിക്കുന്നത്. നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ ഈ ഐഡന്റിറ്റി ഒക്കെ. ഡൗട്ട്സ് ഒന്നും ഉണ്ടാവരുത്. സ്ക്വയർസ് കൊടുക്കുമ്പോൾ ഇതിവിടെ അകത്ത് പ്രോഡക്റ്റ് ഇറക്കണം. 2 into r പീസ് പവർ രണ്ടിനും ബാധക. 2 സ്ക്വയർ into r സ്ക്വയർ. ഞാൻ 2 സ്ക്വയറിനെ ഒന്നുകൂടി സ്പ്ലിറ്റ് ചെയ്തത് 2 into 2 എന്ന്. ഇനി ഈക്വൽ ടു 2a സ്ക്വയർ. ഈ പവർ എന്താ? എക്ക് മാത്രമേ ഉള്ളൂ. a സ്ക്വയർ എന്ന് പറഞ്ഞാൽ രണ്ട് ടേംസ് ആഡ് ചെയ്തപ്പോഴാണ് 2a സ്ക്വയർ ആയത്. ഇനി നോക്കിക്കേ, ഈ 2ഉം ഈ 2ഉം ഈ 2ഉം കൂടെ കട്ട് ചെയ്തു അല്ലേ? കാരണം ഈ 2 ഇവിടെ വരുമ്പോൾ 2 divided by 2 into a സ്ക്വയർ എന്നാവും. അപ്പം ഇതെന്തായാലും ക്യാൻസൽ ആവും. അപ്പം അതുകൊണ്ട് ഞാൻ ഇവിടുന്ന് കട്ട് ചെയ്ത് കളയുക. അപ്പം എന്താ ബാലൻസ് എന്ത് വരും? 2r സ്ക്വയർ is equal to a സ്ക്വയർ. ഇങ്ങനെ കിട്ടും. അപ്പം 2r സ്ക്വയർ is equal to a സ്ക്വയർ എന്ന് കിട്ടി. നമ്മൾ ഇത് നോക്കിക്കേ, ഏരിയ ഓഫ് ദ സ്ക്വയർ എന്താ? ഏരിയ ഓഫ് ദ സ്ക്വയർ ഇസ് ഇക്വൽ ടു എ സ്ക്വയർ. എ സ്ക്വയറിനെ നമുക്ക് എന്താ ആറിന്റെ ടേംസിൽ കിട്ടി അല്ലേ? ആറിന്റെ ടേംസിൽ കിട്ടിയപ്പോ എന്താ നമുക്കിനി ഏരിയ ഓഫ് ദ സർക്കിളുമായിട്ട് ഇതായി അല്ലെ? ഇതും എന്താ ആറിന്റെ ടേംസിലാ. നമ്മൾ ഈ സ്ക്വയറിനെ ആറിന്റെ ടേംസിലാക്കാൻ ഇതൊക്കെ ചെയ്തത് അല്ലേ? അപ്പൊ ഞാനിത് ഒന്നുകൂടി എഴുതാം. നമ്മുടെ ഏരിയ ഓഫ് ദ സ്ക്വയറും ഏരിയ ഓഫ് ദ റെക്ടാങ്കിൾ. ഏരിയ ഓഫ് റെക്ടാങ്കിൾ അല്ല, സർക്കിൾ. ഏരിയ ഓഫ് ദി സർക്കിൾ എന്ന് പറയുന്നത് എന്താണ്? 2 അല്ലല്ലോ, പൈ ആർ സ്ക്വയർ. ഇനി ഏരിയ ഓഫ് ദി സ്ക്വയർ, അത് നമുക്ക് എ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എ ഇൻറ്റു എ, സൈഡ് എ ആയിട്ട് എടുത്തോണ്ട് അതെന്ന് പറഞ്ഞാൽ നമുക്ക് ഇപ്പൊ ഇത് കിട്ടി 2r സ്ക്വയർ എന്ന് കിട്ടി അല്ലേ? 2r സ്ക്വയർ ഇസ് ഈക്വൽ ടു എ സ്ക്വയർ എന്ന് കിട്ടി. ഇനി നമുക്ക് നമ്മുടെ സ്ക്വയർ ആണല്ലോ ഷെയ്ഡഡ് റീജിയൻ അല്ലേ? അപ്പൊ അത് നമുക്ക് നോക്കാം. Probability of getting the shaded region അല്ലെങ്കിൽ ആ സ്ക്വയർ റീജിയൻ ഈക്വൽ ടു എന്താ? ഏരിയ ഓഫ് ദി സ്ക്വയർ ബൈ ഏരിയ ഓഫ് സർക്കിൾ അല്ലെ? സർക്കിളാണ് നമ്മുടെ വലിയ റീജിയൻ അല്ലെ? സർക്കിളിന്റെ ഏരിയ ആണ് വലിയ റീജിയൻ. അപ്പൊ അതാണ് സാമ്പിൾ സ്പേസ് ആയിട്ട്. അതുകൊണ്ട്
അതെന്താ ഡിനോമിനേറ്ററിൽ വരുന്നത് അല്ലെ? സാമ്പിൾ സ്പേസിലുള്ള എന്താണോ അതാണ് നമ്മുടെ ഡിനോമിനേറ്ററിൽ വരുന്നത്. ഇനി നോക്കിക്കേ, ഏരിയ ഓഫ് ദ സ്ക്വയർ എന്താ? 2r² ഡിവൈഡഡ് ബൈ ഏരിയ ഓഫ് ദ സർക്കിൾ πr². അപ്പൊ ഇതിനകത്ത് എന്താ? ഈ r² കട്ടായി നമുക്കിവിടെ 2/π എന്ന് കിട്ടി. അപ്പൊ എന്താണ് നമ്മുടെ ഷെയ്ഡഡ് റീജിയൻ കിട്ടാൻ അല്ലെങ്കിൽ ആ സ്ക്വയർ റീജിയൻ കിട്ടാനുള്ള സാധ്യത എത്രയാണ്? പ്രോബബിലിറ്റി എത്രയാണ്? 2/π. അപ്പൊ എന്താ നമ്മളിത് ഞാനിപ്പോ ഒന്നുകൂടി സമപ്പ് ചെയ്ത് തരാം. നമ്മളിവിടെ എന്തൊക്കെയാ ചെയ്തത്? നമുക്ക് ആദ്യം എന്തായിരുന്നു ഉണ്ടായിരുന്ന ഒരു സർക്കിൾ, അതിൻ്റെ അകത്തൊരു സ്ക്വയർ അല്ലേ? അത് സ്ക്വയർ എന്താ ഷെയ്ഡ് ചെയ്ത്. അപ്പൊ ആ ഷെയ്ഡ് റീജിയൻ നമുക്കുണ്ട്, അല്ലെങ്കിൽ സ്ക്വയർ റീജിയനാണ് വേണ്ടത്. അപ്പൊ നമുക്കിത് നേരത്തെ ക്വസ്റ്റ്യൻസ് പോലെ നമുക്ക് ഡിവൈഡ് ചെയ്ത് എടുക്കാൻ പറ്റില്ല അല്ലെ? ഡിവിഷൻ നടത്താൻ പറ്റില്ല. അപ്പൊ അതിന് വേണ്ടി ഞാൻ എന്താ ഏരിയയുടെ ടേംസിൽ ഇതെല്ലാം കാണാൻ പോകണം. അപ്പൊ ഏരിയ മൊത്തത്തിൽ വരുന്ന എന്താ? സർക്കിളാ അല്ലെ? അപ്പൊ അതിനാണ് സാമ്പിൾ സ്പേസ് ആയിട്ട് എടുക്കുന്നത്. അപ്പൊ ഏരിയ ഓഫ് ദ സർക്കിൾ റേഡിയസ് ഞാൻ എന്താ 6 ആക്കി എടുത്ത് അല്ലെ? ഇത് സെന്റർ ആണെങ്കിൽ ഇവിടെ നിന്ന് ഇങ്ങോട്ട് 6. അപ്പൊ അത് πr² എന്നായി. അത് കഴിഞ്ഞ് നമുക്ക് സ്ക്വയറിന്റെ ഏരിയ a² ടേംസിലാണ് അല്ലെ? a സ്ക്വയറിന്റെ സൈഡ് a ആ. അപ്പൊ a² ആവും അല്ലെ സ്ക്വയറിന്റെ ഏരിയ. പക്ഷെ ഞാനത് എന്താണ് r ടേംസിൽ കൊണ്ടുവരും അല്ലെ? റേഡിയസിന്റെ ടേംസിൽ കൊണ്ടുവരും. അതിനാണ് നമ്മൾ പിന്നീട് പൈതഗോറസ് തിയറം എല്ലാം അപ്ലൈ ചെയ്ത. എന്നിട്ട് എന്താ പൈതഗോറസ് തിയറം അപ്ലൈ ചെയ്യുന്നതിന് മുന്നേ ഇതിനെ ഞാൻ എന്താ ഒരു ഡയഗണൽ വരച്ചു. ആ ഡയഗണൽ എന്തായിരുന്നു? സർക്കിളിന്റെ ഡയമീറ്റർ ആയിരുന്നു അല്ലെ? അപ്പൊ തന്നെ നമുക്ക് r ടേംസ് ആയിട്ട് കിട്ടി. അപ്പം എടുത്തിട്ട് നമ്മൾ എന്താ പൈതഗോറസ് തിയറം അപ്ലൈ ചെയ്ത് നമ്മൾ ഓരോ സൈഡ്സ് a² + a² = 2r² എന്ന് കിട്ടി അല്ലെ? 2r² എന്ന് കിട്ടി. എന്നിട്ട് നമ്മൾ എന്താ നമ്മുടെ ഏരിയ ഓഫ് ദ സ്ക്വയർ a² നമുക്ക് r ടേംസിൽ കിട്ടുകയും ചെയ്ത്. എന്തായിട്ട് കിട്ടി? 2r² എന്ന് കിട്ടി. 2r² = a² എന്ന് കിട്ടി. ഇനി അത് കഴിഞ്ഞ് എന്താണ് നമുക്ക് തന്നിട്ട് നമ്മൾ എഴുതിയായിരുന്നു ഏരിയ ഓഫ് ദ സർക്കിൾ πr², ഏരിയ ഓഫ് ദ സ്ക്വയർ 2r². അപ്പൊ നമ്മൾ പ്രോബബിലിറ്റി അപ്ലൈ ചെയ്തു. പ്രോബബിലിറ്റി ഫോർമുല, പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് ഷെയ്ഡഡ് റീജിയൻ = ഏരിയ ഓഫ് ദി സ്ക്വയർ ബൈ ഏരിയ ഓഫ് ദി സർക്കിൾ. എന്തുകൊണ്ട് ഇതെല്ലാം ഏരിയ ഓഫ് ദി സ്ക്വയർ ന്യൂമറേറ്ററിൽ വന്നു? അതാണ് നമ്മുടെ റിക്വയർഡ് റീജിയൻ. അതുകൊണ്ടാണ് ഏരിയ ഓഫ് ദി സ്ക്വയർ അവിടെ വന്നത്. നമ്മുടെ ടോട്ടൽ എന്താണ്? ടോട്ടൽ ഏരിയ ഇത് ഏരിയ ഓഫ് ദി സർക്കിൾ ആയിട്ട് വരും. അത് നമ്മൾ ഡിനോമിനേറ്ററിൽ എടുത്തു. എന്നിട്ട് സോൾവ് ചെയ്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത്. ഓക്കെ, ഇനി നമ്മൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഇതിപ്പോ എന്തായി? ഇത് 6, ഇതും 6 അല്ല, റേഡിയസും. ഈ സ്ക്വയറിന്റെ ഇത് നോക്കിക്കേ, ഈ സൈഡ് ഇത് പാരലൽ അല്ലേ? ഇത് ഈക്വൽ അല്ലേ? അപ്പൊ എന്താണ്? ഈ സർക്കിളിന്റെ ഡയാമീറ്ററിന്റെ അതേ ലെങ്ത് തന്നെയാണ് സ്ക്വയറിന്റെ സൈഡ്സും. സ്ക്വയർ ആകുമ്പോ ഈ സൈഡ് ഒക്കെ ഈക്വൽ ആയിരിക്കും. അപ്പൊ എന്താ? ഇത് ഡയാമീറ്റർ ആയെങ്കിൽ ഇത് ഡയാമീറ്ററിനോട് നേരെ പാരലലും ആണ്, ഈക്വലും ആണ്. അപ്പൊ എന്താണ്? ഈ ഡയാമീറ്ററിന്റെ അതേ ലെങ്ത് തന്നെ സ്ക്വയറിന്റെ സൈഡ്. അപ്പൊ നമുക്ക് എഴുതാം, the side of a square is equal to diameter of the circle. എന്താണ്? സൈഡ് ഓഫ് ദ സ്ക്വയർ ഇസ് ഈക്വൽ ടു ഡയാമീറ്റർ ഓഫ് ദി സർക്കിൾ. അതെന്താണ്? ഇപ്പൊ സൈഡ് ഓഫ് ദ സ്ക്വയർ ഡയമീറ്റർ എന്താണ്? r+r അല്ലെ? ഇതൊരു റേഡിയസ്, ഇതൊരു റേഡിയസ്. അപ്പൊ r+r ഇസ് ഈക്വൽ ടു 2r. സൈഡ് ഓഫ് ദ സ്ക്വയർ 2r എന്നായി. അപ്പൊ നമ്മുടെ പ്രോബബിലിറ്റി എങ്ങനെ കാണണ്ടേ? ഇതിപ്പോ എനിക്ക് സർക്കിളിന്റെ റീജിയനാണ് പ്രോബബിലിറ്റി കാണണ്ടേ. ഈ റീജിയൻ ഇപ്പൊ എന്താ? പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് ദി ഷെയ്ഡഡ് റീജിയൻ എന്താണ്? ഏരിയ ഓഫ് ദി, ഇപ്പൊ മൊത്തം വലിയ ഇതെന്താ? സ്ക്വയറാ അല്ലെ? സ്ക്വയറിന്റെ ഏരിയയുടെ അകത്താണ് ഈ സർക്കിളിന്റെ ഏരിയ വന്നിരിക്കുന്നത്. അപ്പൊ എന്താണ്?
സർക്കിളിന്റെ ഏരിയ ആണ് നമുക്ക് ആവശ്യമുള്ളത്. അത് ന്യൂമറേറ്റർ ഏരിയ ഓഫ് ദി സർക്കിൾ. ഏരിയ ഓഫ് ദി സർക്കിൾ ഡിവൈഡഡ് ബൈ ഏരിയ ഓഫ് ദി സ്ക്വയർ. കണ്ടോ, ഇതാണ് നമ്മുടെ ഫോർമുല. അപ്പൊ നമുക്ക് ഇവിടെ ഏരിയ ഓഫ് ദി സർക്കിൾ കാണണം, ഏരിയ ഓഫ് ദി സ്ക്വയറും കാണണം. ഈ ഏരിയ ഓഫ് ദി സർക്കിൾ എന്താ? പൈ ആർ സ്ക്വയർ അല്ലേ? അത് നമുക്കറിയാം. ഇവിടെ റേഡിയസ് 6 ഇട്ടുണ്ട്. അപ്പൊ എന്തായി? പൈ ആർ സ്ക്വയർ. ഏരിയ ഓഫ് ദി സർക്കിൾ പൈ ആർ സ്ക്വയർ. ഏരിയ ഓഫ് ദി സർക്കിൾ പൈ ആർ സ്ക്വയർ. ഇനി എന്താണ്? ഏരിയ ഓഫ് ദി സ്ക്വയർ കാണണം അല്ലേ? ഏരിയ ഓഫ് ദി സ്ക്വയർ കാണണമെങ്കിൽ ഇപ്പൊ പറഞ്ഞല്ലോ, സൈഡ് ഓഫ് ദി സ്ക്വയർ എന്താണ്? 2r അല്ലേ? ഇതും 2r, ഇതും 2r, ഇതും 2r. അപ്പൊ ഏരിയ ഓഫ് ദി സ്ക്വയർ എന്ത് വരും? 2r into 2r അല്ലേ? ഒരു എ ആണ് സൈഡ് എങ്കിൽ, ഒരു സ്ക്വയറിന്റെ സൈഡ് എ ആണെങ്കിൽ ഏരിയ ഓഫ് ദി സ്ക്വയർ എന്താ? എ സ്ക്വയർ അല്ലെങ്കിൽ a into a. അപ്പൊ ഇത് എന്താണ്? ഇവിടെ നമുക്ക് സൈഡ് 2r ആ. അപ്പൊ ഏരിയ ഓഫ് ദി സ്ക്വയർ എന്ന് പറഞ്ഞ 2r ദി ഹോൾ സ്ക്വയർ എന്ന് വരും. 2r ആണ് നമ്മുടെ സൈഡ് അല്ലെ? ഇനി നമുക്ക് പ്രോബബിലിറ്റി ഫോർമുലയിലോട്ട് ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാമല്ലോ. പ്രോബബിലിറ്റി നമ്മൾ എഴുതിയായിരുന്നു അല്ലെ? പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് ഷെയ്ഡഡ് റീജിയൻ എന്താണ്? ഏരിയ ഓഫ് ദി സർക്കിൾ, ഏരിയ ഓഫ് ദി സർക്കിൾ ഡിവൈഡഡ് ബൈ ഏരിയ ഓഫ് ദി സ്ക്വയർ. ഞാനിത് ഷോർട്ട് ആക്കി എഴുതിയത്, നിങ്ങൾ എഴുതുമ്പോൾ അത് ഫുൾ എഴുതുക. ഞാൻ നേരത്തെ ഫോർമുല ക്ലിയർ ആയിട്ട് എഴുതിയിട്ടുണ്ട്. ഏരിയ ഓഫ് ദി സർക്കിൾ എന്താ? പൈ ആർ സ്ക്വയർ ഡിവൈഡഡ് ബൈ ഏരിയ ഓഫ് ദി സ്ക്വയർ. ഏരിയ ഓഫ് ദി സ്ക്വയർ എന്താ? 2r ദി ഹോൾ സ്ക്വയർ. ഇത് എത്ര വരും? പൈ ആർ സ്ക്വയർ ബൈ 2 സ്ക്വയർ ഇൻറ്റു ആർ സ്ക്വയർ അല്ലേ? 2 സ്ക്വയർ ഇൻറ്റു ആർ സ്ക്വയറിൽ ഇത് കട്ടായി പോവില്ലേ? ആർ സ്ക്വയർ കട്ടായി പോവില്ലേ? ഈ ആർ സ്ക്വയർ ആകുമ്പോൾ ഈ ആർ 5/4. അപ്പൊ എന്താണ്? ഇവിടെ ആർ സ്ക്വയറും ഇത് കട്ടായി നമുക്ക് എന്ത് കിട്ടി? π/4 കിട്ടി അല്ലേ? അപ്പൊ എന്താണ് നമ്മുടെ ഷെയ്ഡഡ് റീജിയൻ അല്ലെങ്കിൽ നമ്മുടെ സ്ക്വയർ റീജിയൻ അല്ലേ? സ്ക്വയർ അല്ലേ ഷെയ്ഡഡ് റീജിയൻ? നമ്മുടെ സ്ക്വയർ അല്ലല്ലോ, സർക്കുലർ റീജിയൻ. ആ ഷെയ്ഡഡ് റീജിയൻ ആയി സർക്കിൾ റീജിയൻ നമുക്ക് കിട്ടാനുള്ള പ്രോബബിലിറ്റി എത്രയാണ്? π/4. അപ്പൊ നമുക്ക് മനസ്സിലായില്ലേ? ഇപ്പൊ ഇങ്ങനത്തെ ഈ 2 ക്വസ്റ്റ്യൻ ചെയ്തപ്പോ തന്നെ ഇത് ചെയ്യാനുള്ള ഒരു ഇത് ഏരിയ വെച്ചിട്ട് നമ്മൾ ചെയ്താൽ മതി. ഏതാണ് അകത്ത് വരുന്നത്? അകത്ത് ഇപ്പം ഇവിടെയാണെങ്കിൽ സ്ക്വയറിന്റെ അകത്താണ് സർക്കിൾ വന്നത്. അപ്പൊ സ്ക്വയറിന്റെ ഏരിയ നമ്മൾ സാമ്പിൾ സ്പേസ് ആയിട്ട് എടുത്തു അല്ലെ? അപ്പൊ അത് സ്ക്വയറിന്റെ ഏരിയ എന്താ? ഡിനോമിനേറ്ററിൽ വന്നു. ഇനി സർക്കിളിന്റെ ഏരിയയോ അതും കണ്ടുപിടിച്ചു അല്ലെ? അപ്പൊ അതിനു വേണ്ടി നമ്മൾ ഇതെല്ലാം എന്താണ്? 6 നമുക്ക് ആകെ അവൈലബിൾ ആയിട്ടുള്ള റേഡിയസ് 6. അപ്പൊ അതെല്ലാം 6ന്റെ ടേംസിലോട്ട് ആക്കിയാണ് നമ്മൾ ഇതെല്ലാം ചെയ്തത് അല്ലെ? ആ ഒരു രീതിയിൽ നിങ്ങൾ പോയാൽ മതി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇതാണ് നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ. ഇതെങ്ങനെ വരും നോക്കിക്കേ. ഒരു റെക്റ്റാങ്കിള്, ഈ റെക്റ്റാങ്കിളിൻ്റെ അകത്ത് ഒരു ട്രയാങ്കിൾ. ഇത് എളുപ്പ, നമ്മൾ ഇത്രയും ചെയ്തതിനേക്കാൾ എളുപ്പമുള്ളതാ. അപ്പൊ ഇത് റെക്റ്റാങ്കിൾ ആകുമ്പം ഇത് ബ്രെഡ്ത്ത് ആയിട്ടും വരും, ഇത് ഹൈറ്റ് ആയിട്ടും വരും അല്ലേ? ഇത് ബ്രെഡ്ത്ത്, ഇത് ഹൈറ്റ്. അപ്പൊ ഇവിടെ ഞാൻ എന്താണ് ആ ഏരിയയുടെ രീതിയിൽ തന്നെ എടുക്കാം. നമ്മുടെ ഏരിയ എന്താണ്? ഏരിയ ഓഫ് ദി സ്ക്വയർ അല്ലല്ലോ, റെക്റ്റാങ്കിൾ എന്തായിട്ടാണ്? സാമ്പിൾ സ്പേസിന്റെ ഇതിലായിട്ട് കരുതുക. അപ്പൊ എന്താണ്?
ഏരിയ ഓഫ് ദി റെക്ടാങ്കിൾ എന്ന് പറയുന്നത് ബി ഇൻറ്റു എച്ച്. ബി ഇൻറ്റു എച്ച്. ഇനി ട്രയാങ്കിളിന്റെ ഏരിയ എന്ത് വരും? ട്രയാങ്കിളിന്റെ ഏരിയ എന്താണ്? ഞാൻ ഇവിടെ നിന്ന് നോക്കിക്കേ, നമ്മുടെ ഈ ട്രയാങ്കിള് കണ്ടുപിടിക്കാനുള്ള ഏരിയ നമുക്കറിയാലോ, എന്താണ്? ഹാഫ് ബി എച്ച്. അപ്പൊ ഹാഫ് ബി എച്ച്, ഇതിപ്പം ഈ ഇവിടുത്തെ ഹൈറ്റ് നോക്കിക്കേ, ഹൈറ്റ് എന്താണ്? ഇങ്ങോട്ട് ഈ ട്രയാങ്കിൾ ഹാഫ് ബി എച്ചിന്റെ എടുക്കുമ്പോ ഈ എച്ച് എന്താണ്? ഈ റെക്ടാങ്കിളിന്റെ ഹൈറ്റ് തന്നെയാ, അല്ലേ? ഈ റെക്ടാങ്കിളിന്റെ ഹൈറ്റ് തന്നെയാണ് ഈ ട്രയാങ്കിളിന്റെ ഹൈറ്റ്. അപ്പൊ എന്താണ്? ഏരിയ ഓഫ് ദി triangle is equal to half into b into h, half bh, അല്ലേ? ഈ ബ്രെഡ്ത്ത് തന്നെയാണ് ട്രയാങ്കിളിന്റെ ബേസ്, അതുകൊണ്ടാണ് അത് ബി ആയിട്ട് തന്നെ എടുത്തത്. പിന്നെ എന്താ? പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് എന്താ? എന്റെ ഷെയ്ഡഡ് റീജിയൻ ഇതാ, ഈ ട്രയാങ്കിൾ. അപ്പൊ പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് ദി ഷെയ്ഡഡ് റീജിയൻ, അപ്പൊ അതെത്ര വരും? ഏരിയ ഓഫ് ദി റെക്ടാങ്കിൾ ആണോ വരിക? അല്ല, ഏരിയ ഓഫ് ദി ട്രയാങ്കിൾ. ന്യൂമറേറ്ററിൽ വരുമ്പോൾ നമുക്ക് റിക്വയർഡ്, നമ്മുടെ ഫേവറബിൾ ആയിട്ട് വേണ്ട, അല്ലെ? നമുക്ക് ഫേവറബിൾ ആയിട്ട് വേണ്ട ഏരിയ അതേതാണ്? നമ്മുടെ ട്രയാങ്കുലർ ഏരിയ. അപ്പൊ ഏരിയ ഓഫ് ദി ട്രയാങ്കിൾ ആണ് ന്യൂമറേറ്ററിൽ വരിക. അപ്പൊ ഏരിയ ഓഫ് ദി ട്രയാങ്കിൾ ഹോൾ ഡിവൈഡഡ് ബൈ ഏരിയ ഓഫ് ദി റെക്ടാങ്കിൾ. അപ്പൊ എന്താണ്? ഏരിയ ഓഫ് ദ ട്രയാങ്കിൾ ഹാഫ് ബി എച്ച് ഡിവൈഡഡ് ബൈ ഏരിയ ഓഫ് ദ റെക്ടാങ്കിൾ ബി ഇൻറ്റു എച്ച്. അതെന്താണ്? ബി എച്ച് എന്ന് എഴുതാം, അല്ലെ? ബി ഇൻറ്റു എച്ചിനെ. അപ്പൊ നോക്കിക്കേ, ബി എച്ച് എന്ന് പറയുന്നത് ഇത് രണ്ടും ക്യാൻസൽ ആവും, അല്ലെ? പിന്നെ ബാക്കി എത്ര ഉണ്ട്? 1/2, അല്ലെ? പിന്നെന്താ? ഹാഫ്. അപ്പം നമ്മുടെ ഷെയ്ഡഡ് റീജിയൻ അല്ലെങ്കിൽ ട്രയാങ്കുലർ റീജിയൻ കിട്ടാനുള്ള പ്രോബബിലിറ്റി എന്താണ്? 1/2 അല്ലെങ്കിൽ 50% ചാൻസ്. അപ്പൊ നമുക്ക് നമ്പർ പ്രോബബിലിറ്റി വെച്ച് നോക്കുമ്പോൾ ജോമെട്രിക്കൽ പ്രോബബിലിറ്റി കുറച്ചും കൂടെ എളുപ്പമാണ്, നമ്മൾ ശ്രദ്ധിച്ച് അതിന്റെ ഡിവിഷൻസും കാര്യങ്ങളൊക്കെ നടത്തുവാണെങ്കിൽ. പിന്നെ ആകെ വരുന്ന ആ ഏരിയ ഓഫ് ദ, അല്ലെ, സർക്കിളിന്റെ ഇത് വന്നാലാണ് കുറച്ച് ബുദ്ധിമുട്ട് വരിക. പക്ഷെ അതെന്താണ്? ഏതായാലും എളുപ്പ, അല്ലെ? അതിന്റെ ആറിന്റെ ടേംസിലോട്ട് ആക്കാൻ നോക്കുക, പൈതഗോറസ് തിയറം കാര്യങ്ങളൊക്കെ അപ്ലൈ ചെയ്ത്, അത്രയേ ഉള്ളൂ. അപ്പൊ ഇതുവരെ നിങ്ങൾക്ക് ഓക്കെ എന്ന് കരുതുന്നു. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് സെക്ഷനിൽ ഇട്ടാൽ മതി. അപ്പൊ നമ്മളിപ്പോ ഓൾമോസ്റ്റ് ഒരു 4 to 5 ക്വസ്റ്റ്യൻസ്, അല്ലെ, മോർ ദാൻ 4 ക്വസ്റ്റ്യൻസ് എന്തായാലും നമ്മൾ ചെയ്തു. അപ്പൊ അതിൽ നിങ്ങൾക്ക് എന്തായാലും ഈ ജോമെട്രിക്കൽ പ്രോബബിലിറ്റി ക്ലിയർ ആയെന്ന് കരുതുന്നു. അപ്പൊ ആദ്യം എന്തായിരുന്നു? നമ്മൾ അൺഷെയ്ഡഡ് റീജിയൻ. ഇപ്പൊ ആദ്യത്തെ ക്വസ്റ്റ്യനിൽ നമ്മൾ ഇതൊക്കെ വന്നപ്പോ നമ്മൾ അൺഷെയ്ഡഡ് റീജിയൻ ഏത് ഷേപ്പിലാണോ, അല്ലെ, ആ രീതിയിൽ നമ്മൾ ഡിവൈഡ് ചെയ്യാൻ നോക്കി, അല്ലെ? അങ്ങനെ ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന, അങ്ങനെ ഡിവൈഡ് ചെയ്തിട്ട് അത് പാർട്സ് ആക്കി എടുത്ത് ചെയ്യുന്നതാണ് എളുപ്പം. അല്ലാണ്ട് സർക്കിളിന്റെ കേസ് വന്നപ്പോ എന്തായി? സർക്കിളിന്റെ കേസ് വന്നപ്പോ നമ്മൾ നേരെ തിരിഞ്ഞ്, അല്ലെ? നമ്മുടെ അപ്രോച്ച് മാറ്റി, അല്ലെ? അതെന്താ? ഏരിയയുടെ ടേംസിലാക്കി, ഏരിയയുടെ ടേംസ്. അപ്പൊ ഏറ്റവും വലിയ റീജിയൻ എന്താ? ഇവിടെ സർക്കിൾ. അപ്പൊ സർക്കിളിന്റെ റീജിയൻ ആണ് നമ്മൾ സാമ്പിൾ സ്പേസ് ആയിട്ട് കരുതി, അത് ഡിനോമിനേറ്ററിൽ വന്നു. പിന്നെ ഏരിയ ഓഫ് ദ സ്ക്വയർ, അല്ലെ? അപ്പൊ ഇതെന്താണ്? ഏരിയ ഓഫ് ദ സ്ക്വയർ എടുക്കുമ്പോ ഇത് ഇപ്പൊ സൈഡ് എ ആണെന്ന് എടുക്കാം. അപ്പൊ ഏരിയ ഓഫ് ദ സ്ക്വയർ സ്ക്വയറിന്റെ ടേംസിൽ എത്തുമ്പോൾ ഇതെന്താണ്? രണ്ടും വ്യത്യാസം വരും. അതിനിപ്പോ എന്താണ്? ഞാൻ സ്ക്വയറിനെ ഞാൻ ആറിന്റെ ടേംസിലാക്കി എഴുതി. അങ്ങനെ നമുക്ക് 2r the whole square is equal to 2 square. അത് കഴിഞ്ഞ് എന്ത് കിട്ടി? a² is equal to 2r square എന്ന് കിട്ടി. അതൊക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത്. അപ്പൊ ഇതേപോലെ തന്നെ നിങ്ങൾ അങ്ങനെ ഒരേ ടേംസിലാക്കി അങ്ങനെ ഏരിയ ഓഫ് ദ സ്ക്വയർ അല്ലെങ്കിൽ ഏരിയ ഏതാണോ വലിയ റീജിയൻ അത് ഡിനോമിനേറ്ററിൽ കൊണ്ടുവന്ന് നമ്മുടെ റിക്വയർഡ് റീജിയൻ ന്യൂമറേറ്ററിലും കൊണ്ടുവന്ന് അങ്ങനെ ആ ഒരു ഇതിൽ ആ ഒരു ലോജിക്കിൽ നിങ്ങൾ ക്വസ്റ്റ്യൻസ് ചെയ്യാൻ നോക്കുക. എളുപ്പമാണ്, നിങ്ങൾ ശ്രദ്ധിച്ച് ചെയ്താൽ മതി.